എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. ഇതൊക്കെ എൻ്റെ ഒരു അഭ്യർത്ഥനയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് നടക്കുന്നത് അല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. നമ്മൾ സാധാരണ ചിക്കൻ മേടിക്കാറുണ്ട്. ചിക്കൻ മേടിച്ചിട്ട് നമ്മളതിനെ ഗ്രിൽ ചിക്കനൊക്കെ ആക്കി കഴിക്കും, ഗ്രിൽ ചിക്കനായിട്ട് മേടിച്ച് കഴിക്കും. അങ്ങനെ പല രീതിയിലും കഴിക്കും. കോഴിയൊക്കെ ചുട്ട് കഴിക്കാറുണ്ട്, മത്സ്യങ്ങൾ ചുട്ട് കഴിക്കാറുണ്ട്, അങ്ങനെ പല രീതിയിലും കഴിക്കാറുണ്ട്. പക്ഷേ ഒരു പോത്തിനെ കൊണ്ടുവന്ന് യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ അതിനെ നിർത്തി ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. പുള്ളി വേറെ ആരുമല്ല, നമ്മുടെ ഫിറോസ് ചുട്ടിപ്പറമ്പിലോ അങ്ങനെ പറയുന്ന, ചുട്ടിപ്പാറ അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. അങ്ങനെ പറയുന്ന നമ്മുടെ ഫിറോസ് എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഫിറോസിക്ക. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു കൊടിയ ക്രൂരത ചെയ്തിരിക്കുന്നത്. എന്താ അല്ലേ? പ്രകൃതി നമുക്ക് ആവോളം കഴിക്കാനുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്നും പോരാഞ്ഞ് നമ്മൾ കണ്ട ജീവജാലങ്ങളെ മുഴുവനും കൊന്നു തിന്നുന്നു. അതാണ് മനുഷ്യർ. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിനെതിരെ നമ്മുടെ ശശികല നമ്മുടെ അമ്മ സംസാരിച്ചപ്പോൾ അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കുറേ യൂട്യൂബ് ചാനൽസിനൊക്കെ കുരു പൊട്ടി. നമ്മുടെ ശശികല അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ പല യൂട്യൂബേഴ്സിനും കുരു പൊട്ടി. എന്തിനാ നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിയൊലിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടല്ലേ? അപ്പോൾ അവരുടെ അഭിപ്രായം പറഞ്ഞു. അതിലിപ്പോൾ പൊട്ടിയൊലിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ പൊട്ടിയൊലിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബീറ്റാഡിനും പഞ്ഞിയും വെച്ചിട്ട് അങ്ങ് മേടിച്ചങ്ങ് തുടച്ച് കളയുക. എല്ലാ സർക്കാർ ആശുപത്രി ചെന്നാലും കിട്ടും. ഇത് പൈസ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാ എനിക്ക് പറയാനുള്ളത്. ഒരാളൊരു നല്ല കാര്യം പറഞ്ഞുകൂടാ. ഒരാളൊരു നല്ല കാര്യം പറഞ്ഞാൽ ആർക്കും പിടിക്കത്തില്ല. കോഴിയെ കൊന്നു തിന്നുന്നില്ലേ നിങ്ങൾ ഗ്രില്ലൊക്കെ ചെയ്ത്? അതുപോലെയാണോ ഒരു വലിയൊരു വലിയൊരു പാൾത്തു ജാൻവറിനെ കൊല്ലുക എന്ന് വെച്ചാൽ? ഒന്ന് ഓർത്ത് നോക്കൂ. സത്യത്തിൽ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം വന്നു. എനിക്ക് ഫിറോസിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിലെ മനുഷ്യസ്നേഹികളൊക്കെ എങ്ങോട്ട് ഓട്ടോ വിളിച്ച് പോയി എന്നാണ് ഞാൻ ഓർക്കുന്നത്. അവരെങ്ങോട്ട് ഓട്ടോ വിളിച്ച് പോയി? ഈ നടക്കുന്ന അനീതികളൊന്നും അവരാരും കാണുന്നില്ലേ? ഈ ഒരു കൊച്ചു കേരളത്തിലല്ലാതെ വേറെ എവിടെ നടക്കും ഇങ്ങനെയൊക്കെ? കഷ്ടം തന്നെ. ഒരു പാവം പിടിച്ച ഒരു മിണ്ടാപ്രാണിയെ, ഒരു ഗോമാതാവിനെ, അതിനെ കൊണ്ടുവന്ന് പച്ച ജീവനത്തോടു കൂടി അതിനെ വെട്ടിക്കൊല്ലുക. അതിനുശേഷം അതിൻ്റെ ശരീരത്തിൻ്റെ തൊലികളെല്ലാം ഛേദിച്ച് കളയുക. അതിനുശേഷം അതിൻ്റെ ആസനത്തിൽ ഒരു കമ്പി കുത്തിക്കയറ്റി അതിനെ അന്തരീക്ഷത്തിൽ പൊക്കി നിർത്തുക. അതിനുശേഷം ഒരു ഡ്രമ്മിട്ട് മൂടുക. മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം ഡ്രമ്മിട്ട് മൂടുക. ശേഷം അതിനെ ഒരു JCBയുടെ സഹായത്തോടു കൂടി പൊക്കി നിർത്തുക. അതും 200 കിലോയുള്ളത്. അതിനുശേഷം നീണ്ട 5 മണിക്കൂർ സമയം ഒരേപോലെ തീച്ചൂളയിലിട്ട് ചുട്ട് തിന്നുക. എത്ര വലിയ പൈശാചികതയാണ് അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ഫിറോസ് കുന്നുംപുറത്തോട് ദയവ് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തെ ഒരു കഠോര ഹൃദയനെന്നല്ലാതെ മറ്റെന്തെങ്കിലും വിളിക്കാൻ കഴിയുമോ ഈ ഒരു അവസരത്തിൽ? ലജ്ജിക്കുകയാണ് ഈ കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ലജ്ജ തോന്നുന്നു. എന്തൊക്കെയാണ് അനീതികൾ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അതും ഒരു ഗോമാതാവിനെ കൊണ്ടുവന്ന് ആസനത്തിൽ കമ്പി കുത്തിക്കയറ്റി അന്തരീക്ഷത്തിൽ ഉയർത്തി നിർത്തി മസാല പുരട്ടി അതിനെ ചുട്ടെടുത്ത് കഴിക്കുന്നു.
ഇതൊക്കെ ഇന്ത്യക്കകത്തല്ലാതെ വേറെ എവിടെ നടക്കും? ഒന്നോർത്ത് നോക്കൂ. ഫിറോസ് ചുട്ടിപ്പറമ്പിന് കഴിക്കാൻ വേറൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ആ പാവം ശശികല ടീച്ചറിൻ്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ചത് നിങ്ങളാരെങ്കിലും അറിയുന്നുണ്ടോ? മൃഗസ്നേഹികളൊക്കെ എന്താ മൗനം ഭജിച്ചിരിക്കുന്നത്? മൃഗസ്നേഹികൾക്കൊന്നും ഒന്നും പറയാനില്ലേ? തെരുവിൽ കിടന്ന് നാട്ടുകാരുടെ ഏറി കൊണ്ട് ചാവുന്ന പട്ടിക്കും പൂച്ചയ്ക്കും വരെ ചോദ്യം ചെയ്യാൻ ആളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പട്ടിയെ ആരെങ്കിലും ഒരു എറി കൊടുത്താലോ, അത് തെരുവിൽ കിടന്ന് ആരെയെങ്കിലും തല്ലുകൊണ്ട് ചത്താലോ, അതൊക്കെ ചോദ്യം ചെയ്യാൻ ആളുണ്ട്. പക്ഷേ 200 കിലോ വെയിറ്റുള്ള ഈ ഒരു പശുവിനെ കൊണ്ടുവന്ന് ആസനത്തിൽ കുന്തം കുത്തി ഇറക്കി ഗ്രിൽ ചിക്കനാക്കി കഴിച്ചപ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യാൻ ഒരു മൃഗസ്നേഹികളും വന്നില്ല, ആരെയും കണ്ടില്ല. ശശികല ടീച്ചറിൻ്റെ നെഞ്ചുരുക്കുന്നത് കാണാനുള്ള കണ്ണുമില്ലേ കേരളത്തിലെ ആർക്കും? ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ജനങ്ങളോട് ചോദിക്കുകയാണ്. എന്തൊരു അനീതിയാണ് നമ്മുടെ ഈ നാട്ടിൽ, എന്തൊരു അരാജകത്വമാണ് ഈ നാട്ടിൽ അരങ്ങേറുന്നത്. ലജ്ജിക്കുന്നു കേരളമേ, ലജ്ജിക്കുന്നു. ശരിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ മനുഷ്യരുടെ മുഴുവൻ മനസ്സും മനസാക്ഷിയും മുഴുവനും മരവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആർക്കും പരസ്പര സ്നേഹമില്ല, ഒന്നുമില്ല. എല്ലാവരും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫിറോസ് ചെയ്ത ഈ വലിയ ചതിക്ക് ആരും പ്രതികരിക്കുന്നില്ല. എല്ലാവരും ഫിറോസിനെ വാനോളം പുകഴ്ത്തുന്നു. മറ്റ് ചാനലുകളൊക്കെ പാവം നമ്മുടെ ശശികല അമ്മ ടീച്ചറിനെ പാവം നമ്മുടെ ശശികല ടീച്ചർ അമ്മയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. നെഞ്ച് പൊട്ടിപ്പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഫിറോസ് ചുട്ടിപ്പറമ്പിനോട് എനിക്ക് വലിയ വെറുപ്പ് തോന്നുകയാണ്. ഇത്രയും വലിയ നീചനായ മനുഷ്യൻ ലോകത്തുണ്ടോ? കമൻ്റ് ചെയ്യൂ നിങ്ങൾ. ഫിറോസ് എന്ത് തെറ്റാണ് ചെയ്തത് അങ്ങേര്? ബീഫെന്ന് പറഞ്ഞാൽ കൊതിമൂത്തിരിക്കുന്ന എനിക്ക് ഒരു പീസ് തരാതെ അതെല്ലാം തന്നെ അകത്താക്കിയല്ലോ ഫിറോസിക്ക. വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഗ്രിൽ ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ബീഫിനെ ഗ്രിൽ ചിക്കൻ ആക്കിയത് ബീഫിനെ എങ്ങനെയാണ് ഗ്രിൽ ചിക്കൻ ആക്കുന്നതല്ലേ? ബീഫിനെ ഗ്രില്ല് ചെയ്തത് കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്കങ്ങ് കൊതി വന്നു സത്യം പറഞ്ഞാൽ. ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും കൊതി വന്നു. നിങ്ങൾ എന്തരായാലും പൊളിയാണ് കേട്ടോ ഫിറോസിക്ക. എങ്ങനെയാണ് അതിനെ ഈ ഒരു ആശയം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതിന് നിങ്ങളെടുത്ത എന്താണ് ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതിന് ബിഗ് സല്യൂട്ട് തരാതിരിക്കാൻ പറ്റില്ല ഫിറോസിക്ക. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞപ്പോൾ ഗോമാതാവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ശശികല ടീച്ചർ വല്ലാതെ വയലൻ്റായി കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി ഇട്ട ഒരു പോസ്റ്റ് വരെ ഉണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ശശികല ടീച്ചറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. എൻ്റെ പൊന്നു ശശികല ടീച്ചറെ, ഇതിനെ കഴിക്കരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ബീഫ് കഴിക്കരുതെന്നല്ല പറഞ്ഞിട്ടുള്ളത്, പശുവിനെ അറുത്ത് കഴിക്കരുതെന്നാണ് പറഞ്ഞത്. അതായത് പശുവിനെ കഴിക്കരുത്. ബീഫെന്ന് പറയുന്നത് നമ്മൾ പോത്തിനെയാണ് പറയുന്നത്, പോത്തിറച്ചിയെ. പക്ഷേ ആ നാട്ടിലുള്ള ഈ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലുള്ള ആളുകൾക്ക് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് വിവരമില്ലെങ്കിലും വിദ്യാഭ്യാസം ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ബീഫ് എന്താണെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ അതേസമയം ഈ ആന്ധ്രയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും അതുപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്കെന്ന് പറഞ്ഞാൽ
എന്നെപ്പോലെ വിദ്യാഭ്യാസം കുറവാണ്, അതുകൊണ്ട് കുറച്ച് വിവരവും കുറവാണെന്ന് വേണമെങ്കിൽ പറയാം, എന്നെപ്പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഉദ്ദേശിച്ച് പറഞ്ഞത് പശുവിനെ കഴിക്കരുതെന്നാണ് പറഞ്ഞത്. അതായത് പശു അവരുടെ സത്യത്തിൽ ഈ പ്രധാനമന്ത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ യാദവർ എന്ന് പറയുന്നൊരു വംശത്തിലുള്ള ആളുകളാണ്. യാദവ വംശം എന്ന് പറഞ്ഞാൽ OBC വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ കേരളത്തിലൊന്നുമില്ല യാദവ വംശം. അത് ശ്രീകൃഷ്ണൻ്റെ പരമ്പരയിൽപ്പെട്ട വംശമാണ്. ശ്രീകൃഷ്ണൻ്റെ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണനൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ വളർത്തച്ഛൻ നന്ദഗോപരും അതുപോലെ യശോദ അമ്മയുമാണ്. അപ്പോൾ അവരുടെ ആ ഒരു വംശമാണ് യാദവ വംശം. പശു മൂലമുള്ള, അതായത് ഗോമാതാവ് മൂലമുള്ള ആ ഒരു സമ്പാദ്യത്തിൽ നിന്നാണ് അവർ ജീവിക്കുന്നത്. പാല്, തൈര്, വെണ്ണ, മോര് ഇതൊക്കെ വെച്ചിട്ട് പശു വളർത്തലിലൂടെ ജീവിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇവർ ഈ പറയുന്ന പ്രധാനമന്ത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ യാദവ വംശത്തിൽപ്പെട്ട ആളുകളാണ്, OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് പശുവിനെ കണ്ടിക്കരുത്. പോരെങ്കിൽ മാത്രമല്ല, പശുവിനെ നമ്മൾ മഹാലക്ഷ്മിയായിട്ടും അന്നപൂർണേശ്വരിയായിട്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ കാണുന്നുണ്ട്. ഇവിടെയൊന്നും പശുവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പശുവിന് ഭോജനം കൊടുക്കുന്ന സ്ഥലങ്ങൾ വരെയുണ്ട്. പശുവിന് അന്നം ഊട്ടുന്നത് മഹാഭാഗ്യമാണ്, അല്ലെങ്കിൽ പശുവിനെ ഊട്ടിക്കുന്നത് പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണെന്നൊക്കെ തമിഴ്നാട്ടിലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തീർത്ഥാടനത്തിനൊക്കെ പോയപ്പോൾ കണ്ടൊരു കാര്യമാണ് എന്ന് വെച്ചാൽ അഗസ്ത്യയില ഇങ്ങനെ കെട്ട് കണക്കിന് കൊണ്ടുവയ്ക്കും. ഒരു അഗസ്ത്യയിലേരെ ഒരു പിടിക്ക് ഒരു കെട്ടിന് 20 രൂപയാണ്. അതിങ്ങനെ ഈ പശുക്കളെ ഒന്നും കെട്ടിയിടാറില്ല, അതിനെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് 20 രൂപ കൊടുത്തിട്ട് ഓരോരുത്തരും ഭക്തജനങ്ങൾ ഓരോ പിടി മേടിക്കും, ഈ പശുവിനെ തീറ്റിക്കും. ഒരുപാട് പശുക്കളുണ്ട്, അവരിങ്ങനെ റോഡേ ഇങ്ങനെ ഫ്രീ ആയിട്ട് അപ്പിയിട്ട് നടക്കുകയാണ്. അപ്പോൾ അത് ഒരു പുണ്യമായിട്ടാണ് കരുതുന്നത്. അതുപോലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു വലിയൊരു ഗോശാല തന്നെയുണ്ട്. ആ ഗോശാലയ്ക്കകത്ത് അവിടെ ഭയങ്കര, ആ ഗോശാലയ്ക്ക് മുന്നിൽ അത്യാവശ്യം വിളക്കൊക്കെ വെച്ച് നല്ല പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഈ പറയുന്നത് പോലെ പ്ലാവിലയൊന്നും അല്ല പശുവിന് കൊടുക്കാനായിട്ട് മേടിക്കുന്നത്, നല്ല ഒന്നാം തരം ദർഭ പോലത്തേക്ക് പുല്ലുകളാണ് പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. 20-30 രൂപ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ ആ പുല്ല് കൊണ്ടുവന്ന് അകത്ത് ഗോശാലയ്ക്കുള്ളിൽ കയറണമെങ്കിൽ തന്നെ അവിടെ വേറെ ആളൊക്കെ നിൽപ്പുണ്ട്. അത് പശുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നത് തന്നെ ഭയങ്കര പുണ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ പശുവിനെ ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. തമിഴ്നാട്ടിലൊക്കെ നല്ല രീതിയിലുണ്ടത്. അപ്പോൾ പിന്നെ ഈ പറയുന്ന കണക്കുള്ള രാജസ്ഥാനിലോ ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഗുജറാത്തിലെയൊക്കെ കാര്യങ്ങൾ പിന്നെ പറയാതിരിക്കുകയല്ലേ നല്ലത്. അപ്പോൾ അത് വെച്ചിട്ട് പറയുന്നതെന്ന് വെച്ചാൽ പശുവിനെ കട്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പോത്തിനെ കട്ട് ചെയ്യരുതെന്നല്ല. പക്ഷേ അവിടുത്തെ വിവരദോഷികൾക്ക് അറിയില്ല. അപ്പോൾ അന്തം സംഖ്യകളായിട്ടുള്ള വിവരദോഷികൾ ചിന്തിച്ചത് എന്താണ്, പോത്തിനെ കട്ട് ചെയ്തപ്പോഴും ഇവർക്ക് ബീഫെന്ന് പറഞ്ഞാൽ പശുവാണോ, അതേസമയം എന്താണ് ബീഫെന്ന് ശരിക്കും അറിയില്ല. വേണമെങ്കിൽ പട്ടി ഇറച്ചി കണ്ടാലേ അവർ ബീഫെന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ അവിടുത്തെ സാധാരണ ജനങ്ങളെ പറ്റിയാണ് പറയുന്നത്, പാർട്ടിക്കാരെ അല്ല പറഞ്ഞത്. അപ്പോൾ അവർക്ക് അറിയില്ല, വിദ്യാഭ്യാസം കുറവല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ബീഫ് നിരോധിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഈ പോത്തിനെ കട്ട് ചെയ്തവരെയൊക്കെ അവരങ്ങോട്ട് തല്ലിക്കൊല്ലാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവരെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഈ പോത്തും ഇതിൽ പെടുന്നതാണ് എന്നുള്ള രീതിയിൽ. അതൊക്കെയാണ് അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ സംഭവിച്ചത് എന്ന് വെച്ചാൽ. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ശശികല ടീച്ചറിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ഒറ്റ വെട്ടിന് കൊന്നു കളഞ്ഞിട്ട് അതിനെ മുഴുവനെ, അതായത് കട്ട് ചെയ്യാതെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ശശികല ടീച്ചറിന് അതിനെ കട്ട് ചെയ്യാതെ വച്ചതാണെന്ന് തോന്നുന്നു അവർക്ക് വിരോധമായത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ പോത്തിനെ കട്ട് ചെയ്ത് പല പല പീസായിട്ട് കറി വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചുട്ടെടുത്തിരുന്നെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാവില്ലായിരുന്നു. അത് ഇങ്ങനെ ചെയ്തതിലാണെന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് ഇത്രയേറെ സഹിക്കാൻ പറ്റാത്ത ഒരു വിഷയമായത്. എന്ത് തന്നെയാണെങ്കിലും വിഷമം വന്നിട്ടൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ കഴിക്കുന്നവരുടെ മനസ്സ് കണക്കിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ഇത് അങ്ങനെ ചുട്ടെടുക്കാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു തൻ്റെ ഇടമുണ്ടല്ലോ, അത് സമ്മതിക്കാതെ വയ്യ. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ശശികല ടീച്ചർ നല്ലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് എന്താണെന്ന് കൂടി ഞാൻ വായിച്ചു തരാം കേട്ടോ. പോസ്റ്റ് എവിടെ? എഴുന്നള്ളിക്കുന്ന പോലുള്ള ക്രൂരതയൊന്നും ചെയ്യാതെ ഈ പോത്തിനോട് തികച്ചും മനുഷ്യത്വം കാണിക്കാനാണ് അവർ പറയുന്നത്, മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറാനാണ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. 200 കിലോ പോത്തിനെ നിർത്തിപ്പൊരിച്ച് ഫിറോസ് ചുട്ടിപ്പാറ
പോത്തിനെ ചുട്ടിപ്പാറ, പോത്തിനെ ഉയർത്താൻ JCBയും. അതായത് പോത്തിനെ പോത്തിനെ ചുട്ടിപ്പൊരിച്ചെന്നാ പോത്തിനെ നിർത്തിപ്പൊരിച്ചത് ചുട്ടിപ്പാറയും, പോത്തിനെ ഉയർത്താൻ JCBയും എന്നാണ് നമ്മുടെ ടീച്ചറമ്മ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും തിന്നുന്നവർ തിന്നോട്ടെ, നിങ്ങളെന്തിനാണ് ചുമ്മാ ഇടുന്ന് കൊതി വിടുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസ് ചോദിച്ചാൽ ആ പാവപ്പെട്ടവൻ തന്നേനെ. എനിക്ക് തരാത്തതിൻ്റെ കൊതിക്കറുവാണ് എനിക്കിവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്ക്, പറയുമ്പോഴൊക്കെ ഞാനിങ്ങനെ വെള്ളം കുടിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ദാരിദ്ര്യം വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ കൂടുതലും ചിക്കനാണ് മേടിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു അതിൻ്റെ പുറത്തിങ്ങനെ മസാലയൊക്കെ പിടിപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോഴേ കൊതിയായി. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റൊന്നും കാണില്ലെന്ന് തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അകത്തോട്ട് ഇങ്ങനെ എരിവൊന്നും പിടിക്കാൻ ചാൻസ് കുറവായിരിക്കും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പുറം ഭാഗത്തെ മസാല പിടിക്കാൻ വഴിയുള്ളൂ. അപ്പോൾ ടേസ്റ്റ് അത്രയ്ക്ക് കാണുമോ എന്നറിയില്ല. ഒന്നത് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എരി വെട്ടി വിഴുങ്ങുന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും ടീച്ചറമ്മ വിഷമിക്കേണ്ട. ഇനി ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചുട്ടിപ്പാറയെ ഏർപ്പാടാക്കാൻ നിങ്ങൾക്ക് തരാനായിട്ട് ഒരു പീസ് തരും. ഒരു കാല് തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് ഏർപ്പാട് ചെയ്യാം. വിഷമിക്കേണ്ട. പിന്നെ നിങ്ങളുടെ കൊതി വിട്ടിട്ടാണെന്ന് അറിയില്ല, പക്ഷേ ബീഫൊക്കെ കരിഞ്ഞു പോയി. ഫിറോസിക്ക കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് കുറേയൊക്കെ കരിഞ്ഞു പോയി. അത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും ആകട്ടെ, എനിക്കൂടി ഒരു പീസ് തരായിരുന്നു. തരാഞ്ഞതിൽ എനിക്കും പിണക്കമുണ്ട്. ഇനി പൊരിക്കുമ്പോൾ എനിക്കൂടി തന്നേക്കാം ഒരു പീസ്. എന്തായാലും ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോയുടെ 3/4 ഭാഗം കാണുന്നത് വരെ ആളുകൾ എന്നെ തെറി വിളിച്ചിട്ടിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ 3/4 ഭാഗം കാണാനുള്ള ക്ഷമയില്ലാത്തൊരു പച്ചത്തെറി വിളിച്ച് കമൻറ്റ് ഇട്ടിട്ട് പോവും. ലാസ്റ്റ് വരെ ഇരിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തെറി വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഞാനിത് ചോദിച്ച് മേടിച്ചതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരാം. എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്തേ. ഇന്ന് 9 മണിക്ക് ലൈവ് ഉണ്ട് കേട്ടോ, എല്ലാവരും വരണേ.